ഇത് കുരുമുളക് തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വേപ്പർ ചേമ്പറുകളാണ്. 45 ദിവസം കഴിഞ്ഞ് വേപ്പർ ചേമ്പറിൽ നിന്ന് പുറത്തെടുത്ത വിപണനത്തിന് തയ്യാറായ തൈകളാണ് ഈ ഇരിക്കുന്ന കുരുമുളക് തൈകൾ. ഇതൊരു ലോ കോസ്റ്റ് രീതിയാണല്ലേ? ലോ കോസ്റ്റ് രീതി. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? സാധാരണക്കാരൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? സാധാരണക്കാർക്ക് പറഞ്ഞ പോലെ ഇത് കവറിൽ കായ്ഫലത്തിന് കുറവൊന്നും വരില്ല, പക്ഷേ അത് കായ്ച്ചു വരാൻ 3 മുതൽ 4 വർഷം എടുക്കും. മറ്റേതാകുമ്പോൾ ഈ വർഷം നട്ടാൽ ഒരു പക്ഷേ ഈ വർഷത്തിൽ തന്നെ വിളവ് വന്നു തുടങ്ങും. എൻ്റെ പേര് രവീന്ദ്രനാഥൻ. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. ഇപ്പം 10-14 വർഷമായിട്ട് പൂർണ്ണമായിട്ടും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബേസിക്കലി ഞാനൊരു കുടുംബപരമായിട്ട് കാർഷിക കുടുംബമാണ്. കുട്ടിക്കാലം മുതലേ കൃഷിയിൽ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഇപ്പം നിലവിൽ പച്ചക്കറി കൃഷികളുണ്ട്. ഫേവറേറ്റായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുരുമുളകാണ്. ഇത് കുരുമുളക് തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വേപ്പർ ചേമ്പറുകളാണ്. ഇതിനുള്ളിൽ കുരുമുളക് തൈ നട്ട് 45 ദിവസം കഴിയുമ്പോൾ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്ത് പുറത്തെടുത്ത് നഴ്സറിയിൽ വിൽപ്പനയ്ക്ക് വയ്ക്കും. തൈ എത്ര രൂപ വെച്ചിട്ടാണ് വയ്ക്കുന്നത്? ഇപ്പോൾ ഒരു കവർ തൈക്ക് 30 രൂപ വെച്ചാണ് കൊടുക്കുന്നു. ഇത്ര മാസം പ്രായമായതാ? 45 ദിവസം? 50 ദിവസം കഴിയും. ഇനം മിക്സഡ് ആണോ? പന്നിയൂരും ഉണ്ട്, കരിമുണ്ടയുണ്ട്. സാധാരണ ആൾക്കാർ ഈ കുരുമുളക് വെക്കുമ്പം പലതും പിടിച്ചു കിട്ടില്ലല്ലോ. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത് ഒന്ന് വിശദമായിട്ടൊന്ന് പറയാമോ, എന്തുകൊണ്ടാണെന്നുള്ളത്? അശ്രദ്ധ മൂലമാണ് പിടിക്കാതെ വരുന്നത്. പിടിച്ച് അതിന് പ്രോപ്പറായിട്ട് വളവും വെള്ളവും നൽകിയാൽ അത് സുഖമായിട്ട് പിടിക്കും. പ്രത്യേകിച്ചും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന കവറിൽ വയ്ക്കുന്ന തൈകൾ ഏതാണ്ട് 99% പിടിക്കും. ഓക്കെ. പ്രത്യേക രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വള്ളിക്ക് വളരെ ഇമ്പോർട്ടൻസ്. വള്ളി ഇമ്പോർട്ടൻ്റ് ആണ്. വള്ളി നമ്മൾ ചുവട്ടിൽ നിന്ന് വരുന്ന വള്ളികൾ മാത്രമേ എടുക്കാവൂ. അതല്ല മുകളിൽ നിന്ന് വന്ന് തറയിൽ ഇറങ്ങുന്ന വള്ളികൾ എടുക്കാൻ പാടില്ല. ഓക്കെ. കായ്ഫലം കുറയുമെന്നുള്ളതുകൊണ്ടാണ്? കായ്ഫലം കുറയുന്നതല്ല, കായ്ഫലത്തിന് കുറവൊന്നും വരില്ല, പക്ഷേ അത് കായ്ച്ചു വരാൻ 3 മുതൽ 4 വർഷം എടുക്കും. മറ്റേതാകുമ്പോൾ ഈ വർഷം നട്ടാൽ ഒരു പക്ഷേ ഈ വർഷത്തിൽ തന്നെ വിളവ് വന്നു തുടങ്ങും. ഓക്കെ. അതാണ് വ്യത്യാസം. ഓക്കെ. മറ്റതും കായ്ക്കും, 3 മുതൽ 4 വർഷം എടുത്തേ കായ്ക്കും. ഓക്കെ. കായ്ഫലത്തിൽ കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കായ്ഫലത്തിൽ കുറവൊന്നും വരില്ല. ഇതിലിപ്പോൾ സാറ് വള്ളിക്കുരുമുളകും കുട്ടിക്കുരുമുളകും നട്ടിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? ഇതെല്ലാം വള്ളി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വള്ളിയാണ്. മറ്റേ ഈ കവറിനകത്തിരിക്കുന്നതിനകത്തെല്ലാം കുറ്റിയുണ്ട്. 50 മൂട് ഓരോന്നിനകത്തും കുറ്റിയുണ്ട്. ഇതൊരു ലോ കോസ്റ്റ് രീതിയാണല്ലേ? ലോ കോസ്റ്റ് രീതി. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? സാധാരണക്കാരൻ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? സാധാരണക്കാർക്ക് പറഞ്ഞ പോലെ ഇത് കവർ ചെറുതായിട്ട് കവറിനകത്തിരിക്കുന്ന മണ്ണ്, നനഞ്ഞ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്ത് കുരുമുളക് വള്ളികൾ നട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് കവർ കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് 4 സൈഡിലും മണ്ണിട്ട് എയർ ടൈറ്റാക്കി നിർത്തുക. കഴിഞ്ഞാൽ 45 ദിവസം കഴിയുമ്പോൾ ഇതിനകം നല്ല രീതിയിൽ നനയ്ക്കണം. ഓക്കെ. പ്ലാസ്റ്റിക് ഇടുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ നനച്ച് കംപ്ലീറ്റ് വെറ്റായിരിക്കണം. ആ പരുവത്തിലാണ് കവറിടേണ്ടത്. കവറിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കംപ്ലീറ്റ് വേപ്പറും പുറത്തു പോകാതെ നിൽക്കും. പെട്ടെന്ന് ഏതാണ്ട് 95% വള്ളികൾ സക്സസ് ആയിരിക്കും. ഓക്കെ. ഇതിപ്പോൾ സാർ ഈ രീതി ചെയ്തു തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ രീതി ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായതേ ഉള്ളൂ. ഓക്കെ. നഴ്സറി തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 3 കൊല്ലമേ ആയുള്ളൂ. ഇപ്പോൾ സാർ 2 കൃഷിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അടയ്ക്കാമരം താങ്ങുകാലായിട്ടും അതിന് മുകളിൽ കുരുമുളകായിട്ടും. പണ്ട് മുതലേ അങ്ങനെ ഒരു ആശയത്തിലായിരുന്നു? പണ്ട് മുതലേ ആശയം. കുട്ടിക്കാലം മുതലേ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു.